അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖം തന്നെയല്ലേ? ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാനൊരു അത്ഭുത അമൽ പറഞ്ഞു തന്നാലോ? നിങ്ങൾ നല്ല ഉറപ്പോടുകൂടെ, നല്ല യഖീനോടുകൂടെ, നല്ല വിശ്വാസത്തോടു കൂടെ ഈ അമൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എത്രയും വേഗം, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ അമലിൻ്റെ റിസൾട്ട് പടച്ച റബ്ബ് തരും. ഇത് ഞാൻ വെറുതെ പറയല്ല കേട്ടോ, ഞാൻ വെറും വാക്ക് പറയല്ല, അനുഭവാടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇത് ചെയ്തിട്ട് ഫലം ലഭിച്ചവർ അത്രയും ആളുകളാണ്. കടങ്ങൾ വീടണോ? ഒരു പേടിയും വേണ്ട, മനസ്സറിഞ്ഞ് ഈ അമൽ ചെയ്തോളിയും. ആഗ്രഹങ്ങൾ നടക്കണോ? ഒരു ബേജാറും വേണ്ട, ഇത് ചൊല്ലിക്കോളിയും. വീട് പണി പെട്ടെന്ന് പൂർത്തിയാക്കണോ? ഒരു പേടിയും ബേജാറും വേണ്ട, ഇത് മനസ്സറിഞ്ഞ് അങ്ങോട്ട് ചെയ്തോളിയും. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ എങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ നമുക്കുണ്ടോ, പടച്ച റബ്ബ് ആ ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങൾ നമുക്ക് സാധിപ്പിച്ച് തരും എന്നുള്ളതിൽ യാതൊരു ശക്കും, യാതൊരു റൈബും, യാതൊരു ഡൗട്ടും വേണ്ട. ഇൻഷാ അല്ലാഹ് ഏതാ അമല് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന, നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് മനഃപ്പാടമുള്ള അമൽ തന്നെയാണ്. എന്താണെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ ചുരുക്കിയിട്ട് ഏതാ അമൽ എന്ന് പറഞ്ഞുതരാം. വിശ്വാസത്തോടു കൂടെ, നല്ല ഉറപ്പോടുകൂടെ ചെയ്ത് നോക്കും. അതിനു മുമ്പ് ഇത് ചെയ്തിട്ട് ഫലം ലഭിച്ചവരുടെ കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാം. ഒരാൾ പറയുകയാണ്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നലെ ഞാൻ ചൊല്ലി, അൽഹംദുലില്ലാ എൻ്റെ ആഗ്രഹം സാധിച്ചു, തവക്കൽതു അലല്ലാഹ്. ഒരാൾ പറഞ്ഞതാ. മറ്റൊരാൾ പറയാണ്, ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന ടൈം, ഞാൻ ഇത് ചൊല്ലി ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് അൽഹംദുലില്ലാ എല്ലാം ഖൈറിലായി, സമാധാനം കിട്ടി, ആര് കൈവിട്ടാലും പടച്ചോൻ കൈവിടില്ല, അൽഹംദുലില്ലാ, ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ആളുടെ കമൻറ്റ്. അതുപോലെ മറ്റൊരാൾ പറയുന്നുണ്ട്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഇൻ്റർവ്യൂ പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്തു, കുറേ നാളുകളായി റെഡിയാവാതെ ഇരുന്ന ജോബ് ഓക്കെ ആയി, അൽഹംദുലില്ലാ. എല്ലാവരും ചൊല്ലിക്കോ, ഉദ്ദേശിച്ച കാര്യം നടക്കും ഇൻഷാ അല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ പവർ. ഇനി ബാക്കി നിങ്ങൾ പറയും, ഇത് ചൊല്ലിയിട്ട് ഫലം ലഭിക്കോ ഇല്ലേ? എന്താണെങ്കിലും ഞാൻ അമല് പറഞ്ഞുതരാം. എന്താ അമല് അറിയോ? ഒരു 11 സ്വലാത്തുകൾ ചൊല്ലുക. അറിയുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത്, ഏത് സ്വലാത്തും ആവാം, സ്വലാത്തായാൽ മതി. 11 പ്രാവശ്യം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലി, ഏതെങ്കിലും ഒരു സ്വലാത്ത് 11 തവണ ചൊല്ലുക. അതിനുശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ഈ ഒരു വാക്യം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 1000 തവണയും ചൊല്ലുക. മനസ്സിലായല്ലോ? 11 തവണ സ്വലാത്ത്, അതിനുശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 1000 തവണ. 1000 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ 11 പ്രാവശ്യം ലാസ്റ്റ് സ്വലാത്ത് ചൊല്ലുക, അവസാനിപ്പിക്കുക. അമൽ ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? 11 സ്വലാത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 1000, 11 തവണ സ്വലാത്ത്. ഇതാണ് അമൽ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ചൊല്ലിയതിൻ്റെ ഫലം അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും, അതുപോലെ തന്നെ അവിടുത്തെ കുടുംബത്തിലേക്കും, അവിടുത്തെ അസ്വാജ്, അവിടുത്തെ ഔലാദ്, അവിടുത്തെ ഭാര്യമാർ, അവിടുത്തെ മക്കൾ, അവിടുത്തെ ഉമ്മത്തീങ്ങളിലേക്കും ഒക്കെ നമ്മൾ ഹദിയ ചെയ്യുക. എന്നിട്ട് നമ്മൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇങ്ങളെ ആഗ്രഹം പടച്ചോൻ നടത്തി തരും, ഇങ്ങളെ ലക്ഷ്യം പടച്ചോൻ പൂർത്തിയാക്കി തരും. യാതൊരു ബേജാറും യാതൊരു പേടിയും വേണ്ട, ഉറപ്പാണ് ഫലം ഇൻഷാ അല്ലാഹ്. എന്താണെങ്കിലും അമൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.